എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്നലെയൊക്കെ റിയാക്ട് ചെയ്തൊരു സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ട്രാവൽ വ്ളോഗറായിട്ടുള്ള നമ്മുടെ അനുപമ, അതെ ആ കുട്ടി രാത്രിയിൽ അവരെ അമേരിക്കയിൽ നിന്നും ഒരു ഫ്ലാറ്റിൽ നിന്നും ഇറക്കി വിട്ട് രാത്രിയിലെ തണുപ്പൊന്നും സഹിക്കാനാകാതെ അവർ സങ്കടപ്പെടുന്ന ഒരു വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പറഞ്ഞ് നമ്മൾ കുറച്ചൊക്കെ റിയാക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ സമയത്തും ഞാൻ പറഞ്ഞ മറ്റൊരു കാര്യം ഉണ്ടായിരുന്നു, ഒരു പെൺകുട്ടിയാണ്, അന്യനാടുകളിലൊക്കെ പോകുമ്പോൾ നമ്മൾ കുറച്ചൊക്കെ ഒന്ന് കരുതിയിരിക്കണം, രാത്രിയിലൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവാം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കുറിച്ച്. പക്ഷേ ഇങ്ങനെ ട്രാവലിംഗ് ചെയ്യുന്ന ആളുകൾക്ക് അതൊരു ബുദ്ധിമുട്ടൊന്നും അല്ല. പക്ഷേ അത് കാണുമ്പോൾ ശരിക്കും നമ്മൾ നാട്ടിൻ പുറത്തെ വീട്ടമ്മമാരായതുകൊണ്ടായിരിക്കും നമുക്കതൊക്കെ കാണുമ്പോൾ ഒരു പേടിയൊക്കെ തോന്നാറുണ്ട്. അങ്ങനെ ഞാനെപ്പോഴും ചിന്തിച്ചത്, ഈശ്വര ഞാനങ്ങനുമാണ് രാത്രിയിൽ ഈ ഒരു സമയത്ത്, അതും ആ കൊടും തണുപ്പത്ത് പുറത്തങ്ങനും അകപ്പെട്ട് പോയി കഴിഞ്ഞാലുള്ള നമ്മുടെയൊക്കെ അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ എനിക്ക് വല്ലാണ്ട് ഭയം തോന്നി. അങ്ങനെ ഞാൻ അതിനെക്കുറിച്ചിട്ടൊക്കെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കുട്ടി കേൾക്കില്ലെന്നറിയാം, എന്നാലും കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വരുന്നത് അതിനേക്കാളേറെ നമ്മളെ ഞെട്ടിക്കുന്ന മറ്റൊരു വിവരമാണ്. കാരണം ഈ കുട്ടി പറഞ്ഞ കാര്യങ്ങളൊന്നും കറക്റ്റ് അല്ലാതെ വരുന്ന ഒരു വീഡിയോ ആണ് നമ്മളുടെ കണ്ണിൽ കാണാനിടയായത്. സംഭവം എന്ന് വെച്ചാൽ അവിടെ നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം ഒന്ന് കണ്ടിട്ട് വരാം, എന്നിട്ട് നമുക്കതേക്കുറിച്ച് ചർച്ച ചെയ്യാം. അതല്ലേ നല്ലത്? അത് നാളെ പോണെന്ന് പറഞ്ഞില്ലേ? ഞാൻ മൺഡേ നാളത്തേക്കിന് വേറെ അക്കോമഡേഷൻ നോക്കണം. മൺഡേ മോർണിംഗ് ആകുമ്പോഴത്തേക്കാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ അർത്ഥം എന്തുവാ? എനിക്ക് നിങ്ങളുടെ നാട്ടിലുള്ള രീതിയിലല്ല ഞാൻ സംസാരിക്കുന്നത്. എന്റെ അപ്പനമ്മ എന്നെ സ്കൂളിൽ വിട്ട അതുപോലത്തെ ഞാൻ സംസാരിക്കുന്നത്. You will not disrespect me in my home. And that's the home that you both of you guys are taking. അല്ല. Oh my God. ഇത്രയും ആദ്യത്തെ ഇവിടെ മദ്യപിച്ച് വാഹനം ഇതിനൊക്കെയാണ് പണ്ടുള്ളവർ പറയുന്നത്, ഒട്ടകത്തിന് ഇടം കൊടുത്താൽ എന്നൊക്കെ പറയുന്ന ചൊല്ലുകളൊക്കെ വേണമെങ്കിൽ ഇതിൻ്റെ കൂടെയൊക്കെ ചേർക്കാൻ പറ്റും. കാര്യം മറ്റൊന്നുമല്ല, ഇത് കേൾക്കുമ്പോഴത്തേക്ക് നിങ്ങൾ വിചാരിക്കും ഇവരിതെന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന്. മറ്റൊന്നും കൊണ്ടല്ല പറയുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ഇവർ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, നേരത്തെ ഉള്ളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഇവർ കരഞ്ഞ് ഒലിപ്പിച്ചുകൊണ്ടൊക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇവരെ രാത്രിയിൽ ഒരു 12:30 മണി സമയത്ത് ആ വീട്ടുകാർ ഇവരെ ഇറക്കി വിട്ടു എന്നാണ് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി എങ്ങോട്ട് പോകണം, എങ്ങനെ പോകണം എന്നറിയില്ല, ഒരു പിടുത്തവും ഇല്ല, ഭയങ്കര കടുത്ത മഞ്ഞാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെയാണ് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ആ മുത്തച്ഛന് ഇവരെ കൂട്ടിക്കൊണ്ടുപോയ 70 വയസ്സിന് മുകളിലുള്ള ആ ഒരു മനുഷ്യന് അവിടെ കിടക്കാൻ പോലും ശരിക്കും ഒരു റൂം ഇവർ കൊടുക്കുന്നില്ല എന്നൊക്കെ, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഈ പെൺകുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ നമ്മൾ വീഡിയോ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമെന്ന് വെച്ചാൽ, ഇവരിവിടെ വന്നിട്ട് 2 ദിവസമായി. അപ്പോൾ ഇവരോട് ആവശ്യപ്പെട്ടത് മറ്റൊന്നുമല്ല, ഇവർ പറഞ്ഞതെന്ന് വെച്ചാൽ, അതായത് നാളെ കഴിഞ്ഞതിന് ശേഷം ഒരു വീട് നാളെ മറ്റൊരു പോവാനുള്ള ഒരു വീട് നോക്കി സെറ്റാക്കി വെക്കണം, അതിനുശേഷം മൺഡേ പോകണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. വീട് റെഡിയാക്കിയിട്ട് പോകണം എന്നാണ് പറഞ്ഞത്. അതൊരു തെറ്റല്ലല്ലോ. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ വീഡിയോയിലൊക്കെ ഫോൺ വഴിയൊക്കെ കണ്ടിട്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ. അവർക്ക് അറിയില്ല ഈ കുട്ടിയെക്കുറിച്ച് ശരിക്കും. അവിടെ ഇവരെ കൊണ്ടുവന്ന ആ ഒരു വയസ്സായ ആ ഒരു മനുഷ്യനാണെങ്കിൽ ഇവരുമായിട്ട് 4 വർഷത്തെയോ മറ്റും ഫോണിലൊക്കെ ഉള്ള ആ ഒരു ഇതുണ്ടെന്ന് പറയുന്നു, നമുക്കറിയില്ല. അപ്പോൾ അതേക്കുറിച്ച് ആധികാരികമായിട്ട് പറയാനൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണെങ്കിലും അവർ പറഞ്ഞതിൽ എങ്ങനെ തെറ്റ് വരും? ഒരു പെൺകുട്ടി ഒരു വീട്ടിൽ വന്ന് താമസിക്കുന്നു, മറ്റൊരു രാജ്യത്തുള്ള കുട്ടി. അപ്പോൾ അങ്ങനെ വന്ന് താമസിക്കുന്ന സമയത്ത് അവരോട് എന്താ പറയുന്നത്, അവരോട് വേറെ വീട് നോക്കണം. 2 ദിവസമായി വന്നിട്ട് അവരോട് വേറെ താമസിക്കാനൊരു വീടൊന്ന് നോക്കണം, അല്ലെങ്കിൽ താമസത്തിന് മറ്റൊരു സ്ഥലം നോക്കണം എന്ന് പറയുന്നതിൽ എന്താ തെറ്റ്?
നേരം വെളുത്ത ഉടനെ ഇറങ്ങി പോകാനല്ല അവർ പറഞ്ഞത്, രാവിലെ നോക്കണം എന്നാണ് പറഞ്ഞത്. അതിനുശേഷം ഒരു വീട് സെറ്റാക്കിയതിന് ശേഷം അവിടെ നിന്ന് മാറണം. വീട് അല്ലെങ്കിൽ മറ്റൊരു ഏതെങ്കിലും താമസയോഗ്യമായ ഇപ്പോൾ ലോഡ്ജായാലും പിന്നെ എന്ത് തന്നെ ആവട്ടെ. അപ്പോൾ അതാണ് പറഞ്ഞത്. ആ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല, കറക്റ്റ് കാര്യമല്ലേ അവർ പറഞ്ഞത്. അപ്പോൾ ഉടനെ തന്നെ അതിൻ്റെ ആ ഒരു പറഞ്ഞപ്പോൾ തന്നെ അവർക്കത് സഹിക്കാൻ പറ്റുന്നില്ല. ആ ഒരു എന്താണ് പറയുന്നത്, ഈ ചില കാശും അതുപോലെ തന്നെ എല്ലാം തോനെയുള്ള വിദ്യാഭ്യാസവും ഓവറായിട്ടുള്ള വിദ്യാഭ്യാസവും തൻ്റെ ഇടവും അതുപോലെ കാശൊക്കെ ഒരുപാടുള്ള പിള്ളേർക്ക്, അത് ആൺപിള്ളേരായാലും പെൺകുട്ടികളായാലും കുറച്ചൊരു കുന്തളിപ്പ് കാണും, കുറച്ചൊരു എനിക്ക് എന്തും സാധിക്കും, എന്തും ഞാൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്നുള്ള ഒരു ലെവല് ചില പിള്ളേർക്ക് കാണാറുണ്ട്. അത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ കാണാറുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരാളെ എടുത്ത് പറയേണ്ട കാര്യമില്ല. അപ്പോൾ ആ പറഞ്ഞതിന് അതിൽ എന്തൊക്കെയോ മോശം വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ അതിൽ ആ ഒരു ധാർഷ്ട്യത്തിലാണ് ആ രാത്രി തന്നെ ആ വയസ്സായ മനുഷ്യൻ പറഞ്ഞിട്ട് പോലും കേൾക്കാണ്ട് ആ രാത്രി തന്നെ ഈ പെങ്കൊച്ച് അവിടെ നിന്ന് ഇറങ്ങുന്നു എന്നുള്ളതാണ്. എന്നിട്ട് പുറത്തിറങ്ങിയിട്ട് കരഞ്ഞ് ഒലിപ്പിച്ച് ഒരു വീഡിയോയും കൂടി. ശരിക്കും ഈ കുട്ടി വിചാരിച്ചതെന്ന് വെച്ചാൽ നല്ലൊരു കണ്ടൻ്റാണ്. ഈ അർദ്ധരാത്രി എന്നെ ഇറക്കി വിട്ടു എന്നും പറഞ്ഞിട്ട് മൂക്ക് ഒലിപ്പിച്ച് കരഞ്ഞ് പറയുമ്പോൾ ആ ഒരു വീഡിയോ എല്ലാവരിലേക്കും എത്തുന്നവർക്ക് നന്നായിട്ടറിയാം. അതുവഴി ഇവർ അന്ന് ദിവസം രാത്രിയിൽ അവർ പറയുന്നുണ്ടായിരുന്നു 8 സംതിങ് ആണ് ഒരു ദിവസത്തെ അവിടുത്തെ റൂം വാടക എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു 8000 സംതിങ് അല്ലെങ്കിൽ 9 10 ആവട്ടെ, ആ ഒരു ദിവസം അവർ റൂമിന് റെൻ്റ് എടുക്കുന്ന പൈസയുടെ ഇരട്ടിക്കിരട്ടി പൈസ അവർക്കറിയാം. ഇങ്ങനെ ഒരു കള്ളക്കരച്ചിലും കരഞ്ഞിട്ട് വീഡിയോ ഇടുമ്പോൾ അവരുടെ അക്കൗണ്ടിൽ എത്തും എന്ന് അവർക്ക് നന്നായിട്ടറിയാം. അപ്പോൾ എന്തായാലും വളരെ മോശമായിപ്പോയി. കാരണം ഒടുവിൽ കിടക്കാൻ സ്ഥലം കൊടുത്തിട്ട് നാണക്കേട് അല്ലെങ്കിൽ മനപ്രയാസം ഉണ്ടാകേണ്ട ആ ഒരു അവസ്ഥയിലാണ് ആ ഒരു വയസ്സായ മനുഷ്യന് സംഭവിച്ചത് എന്ന് പറയുന്നത്. ഇതിനാണ് പറയുന്നത് അന്യ വ്യക്തികളെ അവരെത്ര ചിരിച്ച് കളിച്ച് വന്നാലും അവരെ ഒരിക്കലും നമ്മൾ ഒരു വീട്ടിലിടം കൊടുക്കാൻ പാടില്ല. അങ്ങനെ നമ്മൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ സമയത്തൊക്കെ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ എന്താണ് പെൺകുട്ടിയെന്ന് തന്നെ വെക്കാം, അല്ലെങ്കിൽ ഒരു അമ്മച്ചി അല്ലെങ്കിൽ ഒരു ചെറിയ കുട്ടി റോഡിലോ വഴിയിലോ അകപ്പെട്ടു, നമ്മൾ അവരെ സുരക്ഷിതമായ സ്ഥാനത്ത് കൊണ്ട് ഏൽപ്പിക്കണം. നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നില്ലെങ്കിൽ പോലും നമ്മൾ ഒരുപക്ഷെ നമ്മൾ ഒന്നുകിൽ പോലീസ് സ്റ്റേഷനിൽ അതുപോലെയുള്ള ഉത്തരവാദിത്തമുള്ള സ്ഥലങ്ങളിൽ കൊണ്ടവരെ ഏൽപ്പിക്കുക. അവർ സേഫ് ആണെന്ന് ഉറപ്പ് വരുത്തുന്ന സ്ഥലങ്ങളിൽ അവരെ കൊണ്ടാക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ സേഫ് ആണോ, സേഫ് ആകുമോ എന്നൊരു ചിന്ത നമുക്കുണ്ടാവണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം അവരെ കൂടെ കൊണ്ടുവരിക. അതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് വെച്ചാൽ. അല്ലാണ്ട് വഴിയെ പോകുന്ന കൊടാലികളെ എല്ലാത്തിനെയും കൂടെ എടുത്ത് വീട്ടിൽ കൊണ്ടുവരാൻ പാടില്ല. നമ്മൾ ചിന്തിക്കണം, 4 വശവും ചിന്തിക്കണം. ചിന്തിച്ചതിന് ശേഷം കൊണ്ടുവരിക. കൊണ്ടുവന്ന് ഒരു രാത്രി കൂടുതൽ ഒരു കാരണവശാലും അപരിചിതരായ വ്യക്തിയെ നമ്മൾ നമ്മുടെ വീട്ടിൽ സ്വാതന്ത്ര്യം കൊടുക്കരുത്. താമസിക്കാനിടം കൊടുക്കുക, ഒരു ദിവസം കൊടുക്കാം, പെൺകുട്ടിക്കായാലും ആൺകുട്ടിക്കായാലും. ആ ഒരു ദിവസം കഴിയുമ്പോൾ അവർക്ക് സ്വന്തമായിട്ട് അവർക്ക് സേഫായ ഒരിടം കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ലെങ്കിൽ അതിന് നമ്മൾ ഹെൽപ്പ് ചെയ്യാം. അവർ വേണമെങ്കിൽ അതനുസരിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ അവരെ കൊണ്ടാക്കുക. അതാണ് ചെയ്യേണ്ടത്. അതല്ലാണ്ട് ഒരു പരിചയമില്ലാത്ത ഒരു പെണ്ണിനെ അല്ലെങ്കിൽ ഫോണിൽ കൂടെ അല്ലെങ്കിൽ ചാറ്റിങ്ങിലൂടെ പരിചയപ്പെട്ടു എന്ന് തന്നെ ഇരിക്കട്ടെ എന്നാണ് പറയുന്നത്. നമ്മൾ വീട്ടിലിടം കൊടുക്കാൻ പാടില്ല. ഇതിപ്പോൾ എന്താണ് കൊടുത്തിട്ട് ഈ ഒരു വീട്ടുകാർ ആകെപ്പാടെ നാണം കെട്ട ആ ഒരു അവസ്ഥയിലായില്ലേ. ശരിക്കും ആ ഒരു പെൺകുട്ടി പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. പിറ്റേ ദിവസം നോക്കാനാണ് പറഞ്ഞത്. അതിൻ്റെ പേരിൽ അന്ന് രാത്രി തന്നെ ഇറങ്ങി ഓടേണ്ട കാര്യമൊന്നുമില്ല. അത് മാത്രമാണോ? അവിടെ നിന്ന് സ്വന്തം ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയിട്ട് പുറത്തിറങ്ങിയിട്ട് ഈ ഒരു വീട്ടുകാരെ തെറി വിളിക്കുന്ന ആ ഒരു സ്വഭാവം എന്ത് സ്വഭാവമാണ്, എന്തൊരു വൃത്തികെട്ട സ്വഭാവമാണിത്. ശരിക്കും ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഈ പെൺകുട്ടിയുടെ അന്തം ഫാൻസുകളൊക്കെ ഇവിടെ ഉണ്ടാവും. പക്ഷെ അവർ കേട്ടാലും എന്നെ തിരിച്ചു വന്ന് തെറി വിളിച്ചാലും ശരിയാണ്, എനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഇതൊക്കെയാണ് അഹങ്കാരം എന്ന് പറയുന്നത്. ഇതിനാണ് ധാർഷ്ട്യം എന്ന് പറയുന്നത്. അതാണ് ഈ കുട്ടി കാണിച്ചത്. ശരിക്കും എൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ പൈസയുണ്ട്. അവർ തന്നെ പറയുന്നുണ്ട്, ഞാനിത് വരുന്ന 41ാമത്തെ രാജ്യമാണെന്ന് അവർ പറയുന്നുണ്ട്. അതിൻ്റെ അഹങ്കാരം അവർക്ക് ശരിക്കുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു പെൺകുട്ടി, എനിക്ക് അത്ഭുതമാണ് തോന്നുന്നത്. ശരിക്കും ഞാനൊക്കെ ആണെങ്കിലുണ്ടല്ലോ, നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്ത് പോയി കഴിഞ്ഞാൽ പോലും നമ്മൾ കുറച്ച് സമയം ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് ബസ് വരാൻ താമസിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു അങ്കലാപ്പാണ്. നമ്മളൊരു 100 വട്ടം വീട്ടിൽ ഫോൺ വിളിക്കും, ഞാൻ ഇന്ന സ്ഥലത്ത് ഉണ്ടേ എന്ന് പറഞ്ഞിട്ട്. അതൊക്കെയാണ് നമ്മുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ.
അത് നല്ലത് തന്നെയാണ്. പെൺകുട്ടികൾ ഇങ്ങനെ പോകുന്നതൊന്നും മോശമാണെന്നല്ല പറയുന്നത്. അവരുടെ സുരക്ഷയും കൂടി അവർ കണക്കിലാക്കണം. ഇങ്ങനെയൊക്കെ പോയിട്ട് ഒക്കെ നഷ്ടപ്പെട്ടിട്ട് കരഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അത് ആരുടെ കാര്യമായാലും. പിന്നൊരു കാര്യമെന്ന് വെച്ചാൽ ആ ഒരു വീട്ടുകാർ അവരുടെ വീട്ടിൽ ഒരു തലചായ്ക്കാൻ ഒരു ഇടം കൊടുത്തിട്ട് അവസാനം അവർ മാനം കിടേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ്. അതിനുശേഷം അവർ തന്നെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നടന്ന സംഭവങ്ങളുടെ വീഡിയോ പ്രചരിപ്പിക്കേണ്ട ആ ഒരു ഗതികെട്ട അവസ്ഥയിലേക്ക് ആ ഒരു വീട്ടുകാർ വന്നിരിക്കുകയാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ വഴിയെ പോയ വയ്യാവേലി എടുത്ത് പെടലിക്ക് വെക്കാനായിട്ട് ആരും നിൽക്കരുത്. അത്രയേ ഉള്ളൂ. എന്തായാലും ഈ ഒരു വീഡിയോയെക്കുറിച്ചിട്ട് ഉള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സത്യസന്ധമായിട്ട് എന്നെ കമൻറ്റ് ചെയ്തേക്കണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.